ഓക്കെയാല്ലേ? അപ്പം നമ്മൾ വിറ്റാമിൻ സി കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ലേ? അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് ആണ്. സാധാ ലെമൺ ജ്യൂസ് അല്ല, കളറുള്ള ലെമൺ ജ്യൂസ്. അത് എന്തൊക്കെ കളറാണെന്നും അതിൽ എന്തൊക്കെയാ ചേർക്കേണ്ടതെന്നും നിങ്ങൾക്ക് അറിയണ്ടേ? അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുമല്ലേ? കമോൺ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് യുക്കന്റെ കളറുള്ള ജ്യൂസാണ്. അതിനായിട്ട് നമ്മൾ ഒരു നാരങ്ങ ഫസ്റ്റ് തന്നെ നമ്മൾ ജാർ എടുക്കുന്ന, അതിൻ്റെ അകത്തേക്ക് വാട്ടർ ഒഴിക്കുവാണ്. കണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മൾ ചെറിയൊരു പീസ്, നമ്മൾ ഇതിന്റെ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് മുൻപി വരരുത്, അതിനായിട്ട് നമ്മൾ ചെറിയൊരു പീസാണ് ബീട്രൂട്ട് ചേർക്കുന്നത്, ഒരു കളറിന് വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ ബീട്രൂട്ട് ഇട്ടു. നെക്സ്റ്റ് നമ്മൾ ലെമൺ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ച് കഴിഞ്ഞിട്ട് പാകത്തിന്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്പൊ നമ്മുടെ റെഡ് കളർ ലെമൺ ജ്യൂസ് റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. വാവ്, നല്ല കളറുണ്ട്, കണ്ടോ? നെക്സ്റ്റ് നമ്മള് പുതിന കൊണ്ടുള്ള ലെമൺ ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. കണ്ടോ? നമുക്ക് ഫസ്റ്റ് തന്നെ പുതിന ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ചെയ്തോ? നെക്സ്റ്റ് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ജാറ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. നമ്മുടെ ഗ്രീൻ കളർ പുതിന ലെമൺ ജ്യൂസ് റെഡി. നമുക്ക് തുറന്നിട്ട് ഗ്രീൻ കളർ റെഡി. നെക്സ്റ്റ് നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് ലെമൺ ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, നെക്സ്റ്റ് നമ്മൾ പാകത്തിന് മധുരത്തിന് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ്
നാരങ്ങ പിഴിയുന്നു. നെക്സ്റ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മഞ്ഞപ്പൊടിയിട്ട് ലെമൺ ജ്യൂസും റെഡി. കണ്ടോ, നമ്മുടെ 3 കളറും ലെമൺ ജ്യൂസും റെഡി. ഫസ്റ്റ് പുതിന, നെക്സ്റ്റ് ബീട്രൂട്ട്, നെക്സ്റ്റ് മഞ്ഞപ്പൊടി. കണ്ടോ കണ്ടോ ഇങ്ങനത്തെ കളറൊക്കെ കാണുമ്പം നാരങ്ങ വെള്ളമൊക്കെ കുട്ടികളൊക്കെ കുടിക്കും. ഇപ്പോൾ വിറ്റാമിൻ സി ഒക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ, നിങ്ങളും കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ലെമൺ ജ്യൂസും ഈ വീഡിയോ ഇഷ്ടമായില്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ബൈ ബൈ.